യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുന്നോ. പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുന്നോ. പരനേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. പരനേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകപ്രശസ്തമായ മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡൻ്റായിരുന്ന വില്യം കൾബേർട്ട്സൺ എന്ന ഭക്തനായ ദൈവദാസൻ എന്നും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, ഒരു നല്ല അവസാനം തരണമേ. ദൈവമേ, ഗീവ് മീ എ പ്ലസൻറ്റ് എൻഡ്. ദൈവമേ, ഗീവ് മീ എ പ്ലസൻറ്റ് എൻഡ്. ഒരു നല്ല അവസാനം തരണമേ, നല്ല അവസാനം. അദ്ദേഹം ജീവിതം നല്ലതുപോലെ മനസ്സിലാക്കിയ വ്യക്തിയാണ്. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങൾ കൂടെയും നടന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട്: വെൽ ഡൺ എന്നൊരു ശബ്ദം കേൾക്കാനിടയാക്കണമേ. വെൽ ഡൺ. നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നന്നായി നിർവഹിച്ചു എന്ന് എന്നെക്കുറിച്ച് പറയുന്നത് കേൾക്കാനിടയാകണമേ. നന്നായി ചെയ്തു തീർത്തു എന്ന് പറയാനിടയാക്കണമേ. എൻ്റെ ദൈവം എന്നെ നോക്കി വെൽ ഡൺ എന്ന് പറയാനിടയാക്കണമേ. കർത്താവേ, എനിക്കൊരു നല്ല അവസാനം തരണമേ. നന്നായി കാര്യം തീർത്തു, ചെയ്ത് തികച്ചു എന്ന് എന്നെക്കുറിച്ച് പറയുന്നത്
കേൾക്കാനിടയാക്കണമേ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ തുടങ്ങാൻ പറ്റുന്നതിനേക്കാൾ പ്രയാസമാണ് നന്നായി അവസാനിപ്പിക്കാൻ. ക്രിസ്തീയ ജീവിതം തുടങ്ങിയ അനേകം ആളുകളുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ വർഷങ്ങൾ നിലനിന്ന ആളുകളുണ്ട്. പക്ഷേ അവസാനത്തോടടുക്കുമ്പോൾ ഇടറിപ്പോയ അനേകം ഭക്തന്മാരുണ്ട്, വീണുപോയ അനേകം വിശുദ്ധന്മാരുണ്ട്. ഒരു പാട്ടുകാരൻ പാടിയതുപോലെ അവരുടെ വീരന്മാരായവരുടെ, ബലശാലികളായവരുടെ, എന്നേക്കാൾ ഭക്തന്മാരും എന്നേക്കാൾ വിശുദ്ധന്മാരുമായ ബലശാലികളായ വിശ്വാസികളുടെ അസ്ഥികൂടങ്ങൾ ഭീകരമായി വഴിയോരങ്ങളിൽ ചിതറിക്കിടക്കുന്നു എന്ന്. ആത്മീയ ജീവിതത്തിൽ തുടങ്ങുക എന്നതിനേക്കാൾ പ്രയാസമാണ് അവസാനിപ്പിക്കുക എന്നത്. നന്നായിട്ട് തുടങ്ങാൻ പറ്റിയ അനേകരുണ്ട്. നന്നായി തുടങ്ങാൻ പറ്റി, നല്ല മാനസാന്തരം ലഭിച്ചു, ജീവിതത്തിൽ ചില പ്രതിഷ്ഠകളുണ്ടായി, നല്ല സമർപ്പണങ്ങളെടുത്തു. പക്ഷേ കുറേ മുന്നോട്ട് പോകുമ്പോൾ വരാവുന്ന ഒരു വലിയ അപകടം, ജീവിതത്തിൽ ചില പാളിച്ചകൾ വരുന്നു എന്നുള്ളതാണ്. നോഹയുടെ ജീവിതത്തിൽ നാം അതാണ് കാണുന്നത്. നോഹയുടെ ജീവിതത്തിൽ ഫ്രം റെയിൻബോ ടു ഷാഡോസ്, മഴവില്ലിൽ നിന്ന് കരിനിഴലിലേക്ക് നീങ്ങുന്നത് കാണാം. മഴവില്ലുണ്ടായിരുന്നു നോഹയുടെ ജീവിതത്തിൽ. എന്തൊരു വിശ്വാസിയായിരുന്നു! ദൈവത്തിൻ്റെ വചനം കേട്ടു, വചനം വിശ്വസിച്ചു. മഴ പെയ്യുമെന്ന് പറഞ്ഞു. അതുവരെ കാണാത്തയൊക്കെ അരുളപ്പാടുണ്ടായപ്പോൾ നോഹ ഭയഭക്തി കൊണ്ട് വചനം വിശ്വസിച്ച് കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു. വ്യക്തമായിട്ട് വചനം അനുസരിച്ചു. പെട്ടകം പടുത്തു. എല്ലാവരും ആക്ഷേപിച്ചു, എല്ലാവരും പരിഹസിച്ചു, സകലരും ഒറ്റപ്പെടുത്തി. പക്ഷേ നോഹ പതറിയില്ല. എന്തൊരു വിശ്വാസിയായിരുന്നു! വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു എന്നാണ് ഇബ്രാഹിം ലേഖനം 11 അധ്യായത്തിൽ നാം കാണുന്നത്. എന്നാൽ ഒരു മഴവില്ല് കണ്ടു, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, ആ പ്രകാശത്തിലേക്ക് വന്നു, സമാധാനത്തിലേക്ക് വന്നു, നല്ലൊരു കുടുംബജീവിതം ലഭിച്ചു, നല്ല വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സാമൂഹികമായ രീതിയിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ അരുളപ്പാടുകൾ കിട്ടി, നല്ല രീതിയിൽ വന്നു. എന്നാൽ ഫ്രം റെയിൻബോ ടു ഷാഡോസ്, മഴവില്ലിൽ നിന്ന് കരിനിഴലിലേക്ക് നീങ്ങുന്നു. അതെന്താണത്? നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 9 അധ്യായത്തിൻ്റെ 18 വാക്യം മുതൽ വായിക്കൂ. പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ശേമും ഹാമും യാഫത്തുമായിരുന്നു. ഹാം എന്നവനോ കനാൻ്റെ പിതാവ്. ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ. അവരെക്കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. കനാൻ്റെ പിതാവായ ഹാം പിതാവിൻ്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തൻ്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു. ശേമും യാഫത്തും ഒരു വസ്ത്രമെടുത്ത് ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നത് കൊണ്ട് അവർ പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തൻ്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. അപ്പോൾ അവൻ, കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരും എന്ന് പറഞ്ഞു. വേദപുസ്തകത്തിൽ ദൈവം എല്ലാം വളരെ കൃത്യമായി ചിത്രീകരിക്കുകയാണ്. നന്മ മാത്രമല്ല ദൈവം പറയുന്നത്, നന്മയുടെ അംശങ്ങൾ മാത്രമല്ല ദൈവം ചൂണ്ടിക്കാണിക്കുന്നത്. ഒരാളുടെ ജീവിതത്തിൽ സൽഗുണങ്ങളായി കാണുന്നത് മാത്രമല്ല ദൈവം പറയുന്നത്, ആളുടെ ജീവിതത്തെ നേരായ രീതിയിൽ ഉള്ളതുപോലെ ദൈവം ചിത്രീകരിക്കുകയാണ്. നോഹയ്ക്ക് തെറ്റുപറ്റി, നോഹയ്ക്ക് അബദ്ധം പറ്റി, നോഹയ്ക്ക് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത തെറ്റാണ് സംഭവിച്ചത്. വലിയ തെറ്റുകളാണ് സംഭവിച്ചത്. മാതൃകാദൂഷ്യം സംഭവിച്ചത് മാത്രമല്ല, വലിയ തെറ്റ് തലമുറകളിലേക്ക് പകരുന്ന വലിയ നാശത്തിന് നോഹയുടെ ഒരു തെറ്റ് കാരണമായി തീർന്നു. നോഹയുടെ മകനായ ഹാമിൻ്റെ മകനായ കനാൻ, പിന്നെ ആ കനാന്യ വംശം എല്ലാം ശാപഗ്രസ്തരായി തീരുന്നതിന് കാരണമായി തീർന്നു നോഹയുടെ ഒരു തെറ്റ്. നോഹ അങ്ങനെ ലഹരി പിടിക്കാൻ പാടില്ലായിരുന്നു.
ലഹരി ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ലഹരി വസ്തു നോഹയുടെ അരികത്തെത്താൻ പാടില്ലായിരുന്നു. നോഹ അതിനിടം കൊടുക്കാൻ പാടില്ലായിരുന്നു. ഡ്രങ്കൺനെസ് ആൻഡ് ആൽക്കഹോളിസം ഗോ ടുഗദർ. ഈ മദ്യാസക്തി അത് ലഹരിയിലേക്ക് നയിക്കും. ലഹരിയിലേക്ക് നയിച്ചാൽ അത് സംഭവിക്കുന്നത് നെയ്ക്കഡ്നെസ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഡ്രങ്കൺനെസ് ലീഡ്സ് ടു ആൽക്കഹോളിസം, ആൽക്കഹോളിസം ലീഡ്സ് ടു നെയ്ക്കഡ്നെസ്, നഗ്നതയിലേക്ക് നയിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുമാവോ? പറഞ്ഞു തരാം, വ്യക്തമായി പറഞ്ഞു തരാം. നോഹ ലഹരി പിടിച്ച് കിടന്നു, നഗ്നനായി കിടന്നു. പാടില്ലായിരുന്നു. എന്തുകൊണ്ടാണ് നഗ്നത വന്നത്? അതിനെക്കുറിച്ച് വേദവ്യാഖ്യാതാക്കൾക്ക് പല അഭിപ്രായങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിക്കാൻ ഞാനിപ്പോൾ മുതിരുന്നില്ല. എന്തുമാകട്ടെ, ഒരു ദൈവദാസൻ, ദൈവഭക്തൻ ശ്രദ്ധയില്ലാതെ കിടക്കാൻ പാടില്ലായിരുന്നു. അശ്രദ്ധമായി കിടക്കാൻ പാടില്ലായിരുന്നു. അലക്ഷ്യമായി കിടക്കാൻ പാടില്ലായിരുന്നു. ഒരു ദൈവദാസൻ അവൻ്റെ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അവൻ്റെ ഓരോ ചലനത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. അവൻ സാധാരണക്കാരനല്ല. നോഹ തലമുറയിൽ നീതിമാനാണ്. തലമുറയിലെ നീതിമാനായി ദൈവം എണ്ണിയ ഒരു ദൈവപുരുഷനാണ്. ആ തലമുറയിലെ നീതിമാനായി ദൈവം കരുതിയ ദൈവപുരുഷൻ അലക്ഷ്യമായി ജീവിക്കേണ്ടവനല്ല, അശ്രദ്ധമായി ജീവിക്കേണ്ടവനല്ല, കരുതലില്ലാതെ ജീവിക്കേണ്ടവനല്ല. നോഹ ലഹരി പിടിച്ചു. ഡ്രങ്കൺനെസ് ആൻഡ് ആൽക്കഹോളിസം സംഭവിച്ചത് എന്താണ്? നേക്കഡ്നെസ് സംഭവിച്ചു പോയി, നഗ്നത സംഭവിച്ചു പോയി, വസ്ത്രം മാറിക്കിടന്നു. ഒരു പക്ഷേ അത് ആദ്യം കാണുന്നത് കനാനായിരിക്കും, ഹാമിൻ്റെ മകനായി, നോഹയുടെ മകൻ്റെ മകനായിരിക്കും. അതായിരിക്കാം, അങ്ങനെ വേദവസ്തം പറയുന്നില്ല. കനാൻ കൊച്ചുകുട്ടി, അവൻ ചെന്ന് അപ്പനോട് പറഞ്ഞു കാണും, അപ്പം അതാണ്ടേ വല്യപ്പൻ അങ്ങനെ നഗ്നനായി കിടക്കുകയാണ്, മഹാമോശം, അപ്പോൾ കിടക്കുന്ന കണ്ടില്ലേ. ഹാം അപ്പോൾ ആ മോനോട് മിണ്ടാതിരിക്കുക, നീ അപ്പുറത്ത് പോയി നിൽക്കുക, അങ്ങോട്ട് എത്തി നോക്കേണ്ട കാര്യം നിനക്കുണ്ടായിരുന്നില്ല, നീ എന്തിനാ അങ്ങോട്ട് പോയത്, അപ്പൻ്റെ ബെഡ്റൂമിലേക്ക് പോകേണ്ടോ കാര്യം നിനക്കുണ്ടോ, മാറി നിൽക്കുക എന്ന് പറഞ്ഞ് അവനെ ശാസിച്ച് മാറ്റിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അറിയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ കനാനാണ് ആദ്യം കണ്ടതെങ്കിൽ അപ്പൻ്റെ നഗ്നത കാണാൻ അപ്പനെ വിളിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഹാം അത് കണ്ടു. ഹാം കണ്ട് ഹാം എന്തു ചെയ്തു? നഗ്നത മറക്കുകയല്ല ചെയ്തത്. ഹാം ചെന്ന് ശേമിനോടും യാഫേത്തിനോടും പറഞ്ഞു, സഹോദരന്മാരോട് പറഞ്ഞു, ദേ കണ്ടില്ലേ, അയ്യോ കഷ്ടം, മഹാമോശം, നമ്മുടെ ഭാര്യമാരെല്ലാം ഉള്ള വീടല്ലേ, ഈ വീട്ടിൽ ഇത്രയും പക്വമതിയായി കാണേണ്ട ഒരു നല്ല ദൈവപുരുഷനായി നമ്മുടെ അപ്പൻ നഗ്നനായി കിടക്കുന്നത് കണ്ടില്ലേ, ലഹരി പിടിച്ച് കിടക്കുകയാണ്, സുബോധം വിട്ട് കിടക്കുകയാണ്. ഹാം അത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹാം അത് മറയ്ക്കേണ്ടതിന് വരെ ഹാം ചെന്ന് ആ കാര്യം മറ്റുള്ളവരെ അറിയിച്ചു. അപ്പൻ്റെ പോരായ്മ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു. അപ്പൻ്റെ പോരായ്മ മറ്റുള്ളവരുടെ മുമ്പിൽ അറിയിച്ചു. പാടില്ലായിരുന്നു. നാം എന്നും പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കേണ്ടവരാണ്. മറ്റുള്ളവരുടെ പാപം എടുത്തു കാണിക്കേണ്ടവരല്ല, അത് മറച്ചു വയ്ക്കേണ്ടവരാണ്. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഈ ഹാം ഇത് പറഞ്ഞപ്പോൾ ശേമും യാഫേത്തും അപ്പൻ്റെ നഗ്നത കാണാൻ മടിച്ച് അവർ ഒരു വലിയ വസ്ത്രം കയ്യിൽ ഇങ്ങനെ വിടർത്തി പിടിച്ചുകൊണ്ട് രണ്ടുപേരും രണ്ടു വശത്ത് നിന്നിട്ട് പിറകോട്ട് നടന്നു. പിറകോട്ട് നടന്ന് അങ്ങ് അപ്പൻ്റെ അരികത്ത് ചെന്നപ്പോൾ വസ്ത്രം പിറകിലേക്ക് അങ്ങ് എറിഞ്ഞു. അപ്പോൾ അപ്പൻ്റെ നഗ്നത മറഞ്ഞു. അവർ ശാന്തരായിട്ട് പോരുകയും ചെയ്തു. ശേമും യാഫേത്തും അപ്പൻ്റെ നഗ്നത മറച്ചു. പക്ഷേ ഹാം അപ്പൻ്റെ നഗ്നത മറ്റുള്ളവരെ അറിയിച്ചു. അതിന് കാരണക്കാരൻ കനാനായിരിക്കണം. കാരണം നോഹ ലഹരി വിട്ട് ഉണർന്നപ്പോൾ നോഹ അറിഞ്ഞു സംഭവിച്ചതല്ല. നോഹയ്ക്ക് ഒരു നാണം തോന്നിക്കാണും, മോശമായല്ലോ, വേണ്ടായിരുന്നു തോന്നിക്കാണും. വേണ്ടായിരുന്നു. പക്ഷേ നോഹ എന്താ ചെയ്തത്? കനാൻ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞു. കനാനെയാണ് ശപിക്കുന്നത്. കനാൻ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എന്താണ് ഹാമിനെ ശപിക്കാത്തത്? അതിൻ്റെ മൂലകാരണം കനാനായിരിക്കണം. മൂലകാരണം കനാനത് കണ്ടിട്ട് കനാനായിരിക്കും. പക്ഷേ ഹാമിനോട് പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം. നമുക്ക് എന്താണെന്ന് വ്യക്തമല്ല അവിടെ. പക്ഷേ കനാൻ ശപിക്കപ്പെടുന്നതാണ് പറയുന്നത്. മറിച്ച് വേറൊരു വിധത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. യാക്കോവ്
ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ 49-ാം അധ്യായത്തിൽ യാക്കോബ് തൻ്റെ മക്കളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി. യാക്കോബ് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ മക്കളുടെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. ഓരോ മക്കളെക്കുറിച്ചും 12 പേരെക്കുറിച്ചും അവരുടെ ഭാവി എന്ത് എന്ന് പ്രവചിക്കുന്നുണ്ട്. യാക്കോബ് മുൻകൂട്ടി പറയുകയാണ് അവരുടെ ഭാവി എന്ത് എന്ന്. മുൻകൂട്ടി പറയുന്നത്, അവരുടെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്നത് ആ മക്കൾ ഓരോരുത്തരും സ്വീകരിച്ച് അവർ നന്നാകുന്നതിന്, അവരുടെ ജീവിതത്തിൽ ദൈവം ഇപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് എന്ന് കേട്ടിട്ട്, ആ മുന്നറിയിപ്പ് കിട്ടിയിട്ട് അവരുടെ ജീവിതം ശരിയാക്കുന്നതിന് വേണ്ടിയുള്ളതായ ദൈവിക വചനങ്ങളായിരുന്നു യാക്കോബ് പറഞ്ഞത്. എന്നതുപോലെ വരാനിരിക്കുന്ന കാര്യം ഇവിടെ നോഹ പ്രവചിച്ചതാകാം. സംഭവിക്കാൻ പോകുന്നത്, കനാന് സംഭവിക്കാൻ പോകുന്നത്, തൻ്റെ മകൻ്റെ മകനായ കനാന് സംഭവിക്കാൻ പോകുന്ന, അവൻ ശപിക്കപ്പെട്ടവനായി തീരുമെന്നുള്ള കാര്യം നോഹ ശപിച്ചതുകൊണ്ടല്ല, അവൻ്റെ ജീവിതത്തിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോഹ കണ്ടതുകൊണ്ട് അത് എടുത്തു പറയുന്നതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഏതായാലും നോഹ പറഞ്ഞു കനാൻ ശപിക്കപ്പെട്ടവനെന്ന്. ആ വർഗം മുഴുവൻ ശപിക്കപ്പെട്ടു. കനാന്യ വംശം മുഴുവൻ ശപിക്കപ്പെട്ടു. കനാന്യ ദേശം മുഴുവൻ ശപിക്കപ്പെട്ടു. കനാൻ പാർത്ത സ്ഥലങ്ങൾ മുഴുവൻ ശപിക്കപ്പെട്ടു. ഒരുപക്ഷേ ഒരു ദൈവപുരുഷൻ പാപം ചെയ്തു എന്നിരിക്കട്ടെ, പാപം ചെയ്താലും ആ ദൈവപുരുഷനായതുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവചനശക്തി അവിടെ നിൽക്കുന്നത് കൊണ്ട് ആ ദൈവപുരുഷനെ വിമർശിക്കുന്നതും, ആ ദൈവപുരുഷനെ തെറ്റുകൾ ഉയർത്തിക്കാണിച്ച് പരിഹസിക്കുന്നതും, അതൊരു അവഹേളനപാത്രമാക്കുന്നതും ഭയപ്പെടണം, സൂക്ഷിക്കണം. അതാണ് കനാന് പറ്റിയത്, ഹാമിനും പറ്റിയത് അതാണ്. അപ്പൻ്റെ നഗ്നത തുറന്നു കാണിച്ചു, അപ്പൻ്റെ നഗ്നത അവഹേളന വിഷയമാക്കി. എന്നാൽ നാം വേദപുസ്തകം വായിച്ചു വരുമ്പോൾ നഗ്നത അനാവൃതമാക്കി എന്ന് പറയുന്ന വാക്കുകൾ കാണാൻ സാധിക്കും. നഗ്നത അനാവൃതമാക്കി. ആവൃതമാക്കി എന്ന് വെച്ചാൽ മൂടി വെച്ചു, അനാവൃതമാക്കി തുറന്നു. നഗ്നത അനാവൃതമാക്കി എന്ന് പറഞ്ഞാൽ അത് ഒരു വളരെ വ്യക്തമായും വ്യഭിചാര പ്രവൃത്തിയോട് ബന്ധപ്പെട്ട്, ലൈംഗികമായ തിന്മ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. നഗ്നത അനാവൃതമാക്കി. നഗ്നത അനാവൃതമാക്കി എന്ന് പറയുന്ന ഭാഗങ്ങൾ ഇനിയും വേദപുസ്തകത്തിൽ പലയിടത്തും കാണാം. അതുകൊണ്ട് നഗ്നത തുറന്നു കാണിച്ചു എന്ന് പറയുന്ന ആ പ്രയോഗത്തിൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ളതായ തിന്മ വന്നോ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഡ്രങ്കൺനെസ്സും നേക്കഡ്നെസ്സും ഒരുമിച്ച് പോകുന്നു. മദ്യാസക്തി വ്യഭിചാരത്തിലേക്ക് നയിക്കും. മദ്യാസക്തി അശുദ്ധിയിലേക്ക് നയിക്കും. മദ്യം, ലഹരി മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കും. പ്രത്യേകിച്ചും ലൈംഗിക അരാജകത്വത്തിലേക്ക് നയിക്കും. വേദപുസ്തകം വായിക്കുമ്പോൾ മദ്യപാനത്തെക്കുറിച്ചും മദ്യം വരുത്തുന്ന വിനകളെക്കുറിച്ചും നമുക്ക് അനേകം ഭാഗങ്ങൾ വായിക്കാൻ സാധിക്കും. മദ്യപാനം കൊണ്ടുവരുന്നതായ ദൂഷ്യങ്ങൾ ഇന്നത്തെ സമൂഹം, യുവതലമുറ മാത്രമല്ല, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ കോളേജിൽ പഠിക്കുന്ന യുവാക്കന്മാർ മുതൽ അല്ല, മുതിർന്ന തലമുറ മുഴുവനും മദ്യത്തിൻ്റെ ഭീകരമായൊരു നീരാളിപ്പിടുത്തത്തിൽ അമർന്നിരിക്കുകയാണ്. മദ്യം കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അനേകം സ്ത്രീകൾ കണ്ണീര് കൈയുമായി കഴിയുന്നതിന് കാരണം മദ്യമാണ്. ഭർത്താവ് മദ്യപിച്ച് വന്ന് സുബോധമില്ലാതെ ഭ്രാന്ത് ബാധിച്ചതുപോലെ എന്തെല്ലാമോ കാണിക്കുന്നു. പാവം ആ ഭാര്യ സങ്കടപ്പെട്ട് നിലവിളിച്ച് കരയുന്നു, പ്രഹരിക്കുന്നു, ഉപദ്രവിക്കുന്നു, തൊഴിക്കുന്നു, അടിച്ചു വീഴിക്കുന്നു, ചിലപ്പോൾ കൊല്ലുക പോലും ചെയ്യുന്നു. മദ്യാസക്തി മൂലം, മദ്യത്തിൻ്റെ ഭീകരമായ ആ ഭയാനകമായ ആക്രമണം മൂലം അനേകം കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു. നമുക്ക് വായിക്കാം ചില വാക്യങ്ങൾ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. മദ്യം പരിഹസിക്കാൻ തോന്നും, പിന്നെ അത് കലഹത്തിലേക്ക് നയിക്കും. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. വീണ്ടും 23-ാം അധ്യായം 19-ാം വാക്യം. മകനെ, കേട്ട് ജ്ഞാനം പഠിക്കുക, നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക. നീ വീഞ്ഞു കുടിക്കുന്നവരെ കൂട്ടത്തിലും മാംസഭോജന പ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കരുത്. വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കരുത്. ആ കൂട്ടുകെട്ടിൽ പോകരുത്. ഉപദേശം തരികയാണ്. മകനെ, നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കരുത്. അതവിടെ തന്നെ തൊട്ട് ചേർന്ന് ഇനി 30-ാം വാക്യം മുതൽ വായിക്കാം.
വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും എന്തുണ്ടാകും? അടുത്ത തൊട്ട് മുമ്പുള്ള വാക്യം. ആർക്ക് കഷ്ടം, ആർക്ക് കഷ്ടം, ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുമപ്പ്. ആർക്ക് കൺചുവപ്പ്. വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും പിന്നെയും കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. രുചി നോക്കുവാൻ പോകുന്നവർക്കും എന്തെല്ലാം കഷ്ടമുണ്ടാകും, സങ്കടമുണ്ടാകും, കലഹമുണ്ടാകും, ആവലാതി ഉണ്ടാകും, അനാവശ്യമായ മുറിവുകളുണ്ടാകും, കൺചുവപ്പ് വരും, കോപമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് വായിക്കാം. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അയ്യോ കഷ്ടം. രാവിലെ മുതലേ മദ്യം കുടിക്കുന്നവർ, രാവിലെ മുതൽ മദ്യത്തിലേക്കുള്ള ആസക്തി അത് രക്തത്തിലും കലർന്നിരിക്കുന്നു. മദ്യം കുടിക്കാതെ ജീവിക്കാൻ വയ്യാത്ത സ്ഥിതി വരുന്നു. അവർക്ക് അയ്യോ കഷ്ടം. സദൃശവാക്യം 23-ാം അധ്യായത്തിൽ ഏതാനും വാക്യം കൂടി നമുക്കിവിടെ ചേർത്ത് വായിക്കാം. 31-ാം വാക്യം മുതൽ വായിക്കാം. വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. നീ കണ്ടു നിൽക്കരുത്. ആരെങ്കിലും വീഞ്ഞു കുടിച്ച് രസിക്കുന്നത് നീ കണ്ടു നിൽക്കരുത്. രസമായി ഇറക്കുന്നത് നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, ഒടുക്കം സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. അണലി പോലെ കൊത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. നിന്റെ ഹൃദയം വക്രത പറയും. നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും നടുക്ക് കിടക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും. പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും. അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. കാരണം സുബോധമില്ലാതെ കിടക്കുകയാണ്. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ എപ്പോൾ ഉണരും, ഞാൻ എപ്പോൾ ഉണരും, ഞാൻ ഇനിയും അത് തന്നെ തേടുമെന്ന് നീ പറയും. ഞാൻ എപ്പോൾ ഉണരും, അത് തന്നെ ഞാൻ ഉണർന്നതിന് ശേഷം തേടും. അത് തന്നെ ഞാൻ വീണ്ടും മദ്യം ഞാൻ അന്വേഷിക്കും എന്ന് നീ പറയും. നീ പിന്നെയും പിന്നെയും അതിൽ നിന്ന് മോചനം കിട്ടാതെ പിന്നെയും തെറ്റിലേക്ക്, മദ്യത്തിലേക്ക്, ലഹരിയിലേക്ക് നീ പോകും. വീണ്ടും വായിക്കാം. ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം 15-ാം വാക്യം. കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന് അവർക്ക് കുടിപ്പാൻ കൊടുക്കുകയും കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന് അവർക്ക് കുടിപ്പാൻ കൊടുക്കുകയും നഞ്ച് കൂട്ടിക്കലർത്തി ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. 5 വിഷം കൂട്ടിക്കലർത്തി കുടിപ്പിക്കുന്നതിന് അയ്യോ കഷ്ടം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിഷമാണിത്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം അറിയാം. എന്നാൽ നമ്മിൽ പലരും ഇതിന് ഗൗരവം കൊടുക്കുന്നില്ല. ഒരുപക്ഷെ ഇതുപോലുള്ളൊരു സമൂഹത്തിൽ, നമ്മുടെ ഈ കൂട്ടത്തിൽ മദ്യപാനത്തെക്കുറിച്ച് ഇത്രയും പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ പ്രകടമായ മദ്യപാനത്തിൽ നിന്ന് ഭാഗ്യവശാൽ രക്ഷ കിട്ടിയവരാണ് നിങ്ങൾ അനേകം പേര്. ഭാഗ്യവശാൽ ആ ഭീകരമായ ദുഷ്ടപിശാചിൻ്റെ കണിയിൽ നിന്ന് മോചനം കിട്ടിയവരാണ് നിങ്ങൾ അനേകം പേര്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ വാക്കുകളെ ശ്രദ്ധിക്കുന്ന ചിലരെങ്കിലും മദ്യപാനത്തിന് അടിമകളായി ജീവിതം നശിപ്പിച്ച് കഷ്ടനഷ്ടങ്ങളിലായി ജീവിതം ഏറ്റവും ഭയാനകമായ അവസ്ഥയിലാക്കിയിരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. റോമർ ലേഖനം 13-ാം അധ്യായം 13-ാം വാക്യം. 1 കൊരിന്ത്യർ 6:10. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും നാം നടക്കരുത്. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല. ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല. ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല. വ്യഭിചാര ജീവിതത്തിലല്ല. പിണക്കത്തിലും അസൂയയിലുമല്ല. അസൂയയിലുമല്ല. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. വീണ്ടും വായിക്കാം. 1 കൊരിന്ത്യർ 6:10. വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, ആണോടാണ് അവലക്ഷണമായി പ്രവർത്തിക്കുന്നവര്, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, മദ്യപാനം ചെയ്യുന്നവര്, വാവിഷ്ഠാനക്കാർ, പരദൂഷണം പറയുന്നവര്, പിടിച്ചുപറിക്കുന്നവര് എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മദ്യപന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ദുർനടപ്പിലേക്ക് നീങ്ങും. നോഹയ്ക്ക് അബദ്ധം പറ്റിപ്പോയി. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്.
നോഹ ആ ലഹരി പിടിച്ച് കിടന്ന് നഗ്നനായി കിടന്നുറങ്ങി. ഹാം അത് കണ്ടു. ഹാം അത് സഹോദരനോട് ചെന്ന് പറഞ്ഞു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, നമുക്കെല്ലാം നല്ലപോലെ തുടങ്ങാൻ ഭാഗ്യം ലഭിച്ചു. നാം ഈ വാക്കുകളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം പേര് നല്ലൊരു ആരംഭം കുറിച്ചു, ഒരു മാനസാന്തരം ലഭിച്ചു, കർത്താവിനായി ജീവിതം സമർപ്പിച്ചു. കർത്താവേ, ഞാൻ നിൻ്റെ വകയെന്ന് ഒരിക്കലെങ്കിലും പറയുവാൻ ഭാഗ്യം ലഭിച്ചു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഒരു പാപമോചനം ലഭിച്ചു. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ ആത്മരക്ഷ പ്രാപിച്ചു, നിത്യവും പ്രാപിച്ചു, ഒരു വീണ്ടും ജനത്തിന് അനുഭവം പ്രാപിച്ചു. നല്ലത്, മഹാഭാഗ്യം. എങ്കിലും സഹോദരങ്ങളെ, ഈ അന്ത്യത്തിലേക്ക് ഇത് എത്തിക്കേണ്ടതാണ്. അവസാനം വരെയും നമ്മുടെ വിശുദ്ധി നാം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. തെറ്റിലേക്ക് പോകരുത്. ഛർദ്ദിച്ചതിന് ശേഷം പിന്നെ ആ ഛർദ്ദിച്ചത് ഭക്ഷിക്കാൻ തിരിയരുത്. ഛർദ്ദിച്ച് കളഞ്ഞത്, വേണ്ട എന്ന് വെച്ചത് ഇനി തിരിഞ്ഞ് ഭക്ഷിക്കരുത്. ഛർദ്ദിച്ചത് തിന്നുവാൻ തിരിയുന്ന നായെപ്പോലെ നാം ആകരുത്. കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെപ്പോലെ നാം ആകരുത് എന്ന് പത്രോസ് അതിൻ്റെ 2-ാമത്തെ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നാം ഛർദ്ദിച്ചത് പിന്നെ തിരിഞ്ഞ് ഭക്ഷിക്കരുത്. കുളിച്ചിട്ട് വീണ്ടും ചെളിയിലേക്ക് പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിച്ചതായ പാപങ്ങൾ തിരിയെടുക്കാനിട വരരുത്. മദ്യപാനം അപകടമാണ്, ലഹരി അപകടമാണ്. ഏതെല്ലാം തരത്തിലുള്ള ലഹരിയാണെങ്കിലും, മദ്യം മാത്രമല്ല, കഞ്ചാവ്, പാൻപരാഗ്, ഹാൻസ് എന്നിങ്ങനെയുള്ള അനേക സാധനങ്ങൾ, അതുപോലെ ഡ്രഗ്സ് കുത്തിവെക്കുന്നവർ, എന്തെല്ലാം തരത്തിൽ മനുഷ്യനിന്ന് അധപതിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാറ്റിൽ നിന്നും മോചനം പ്രാപിച്ചാൽ നന്ന്. നമ്മുടെ രക്തം വിഷമയമാക്കാൻ സമ്മതിക്കരുത്. നമ്മുടെ ഈ ശരീരത്തിൽ ദൈവം തന്നതായി മനോഹരമായ ശരീരത്തിൽ നമുക്ക് ദൈവം തന്നതായി ജീവൻ, അത് കളഞ്ഞു കുളിക്കരുത്. ഈ രക്തം മലിനപ്പെടുത്തരുത്. ഈ രക്തത്തിൽ വിഷം കലർത്തരുത്. ഈ രക്തത്തിൽ മദ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ദുർനടപ്പിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും വിഷം കലരാൻ സമ്മതിക്കരുത്. പ്രിയപ്പെട്ടവരെ, നാം ഒരു കാരണവശാലും പാപത്തിലേക്ക് തിരിയരുത്. പാപത്തിൽ നിന്ന് മോചനം തരാൻ യേശുക്രിസ്തുവിന്റെ അരികത്തേക്ക് വന്ന് കെഞ്ചുകയാണ്. മകനെ, നിൻ്റെ പാപങ്ങളെല്ലാം മോചിച്ചു തരാം, കഴിഞ്ഞതെല്ലാം മായ്ച്ചു തരാം, ഒരു പുതിയ ജീവിതം ഞാൻ നിനക്ക് തരാം. നിനക്ക് വേണമോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ സമയം നിങ്ങളെ തന്നെ സമർപ്പിക്കുവീൻ, ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുവീൻ, ദൈവത്തോട് വാക്ക് പറയുവീൻ. കർത്താവേ, നിന്റെ തിരുരക്തത്താൽ എന്നെ ഇപ്പോൾ കഴുകിയാൽ ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. യേശുക്രിസ്തുവിനോട് പറയുവീൻ, യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. ഇന്നു മുതൽ ഞാൻ നിൻ്റെ പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കും. നാഥ, എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. പ്രാർത്ഥിപ്പീൻ, നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദുശ്ശീലങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും ദുഷിച്ച പ്രവണതകളിൽ നിന്നും മാറി യേശുക്രിസ്തുവിനെ വിശുദ്ധിയോടെ ആരാധിക്കുന്ന ഒരു വിശുദ്ധ ജനമാക്കി ഇതിന് മക്കളെ തീർക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമീൻ.